ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടുള്ള വളരെ രുചികരമായ ബെയിൻകൻ ഭർത്ത എന്ന വിഭവം തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായി ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇങ്ങനെയൊന്ന് നീളത്തിൽ വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം വഴുതനങ്ങയിലേക്ക് കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നീട് വഴുതനയുടെ വരഞ്ഞെടുത്ത ഭാഗങ്ങളിലേക്ക് 3-4 പച്ചമുളകും 7-8 അല്ലി വെളുത്തുള്ളിയും തിരികെ വെച്ച് കൊടുക്കാം. ഇനി ഈ വഴുതനങ്ങ ഒരടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. വഴുതനങ്ങയിലേക്ക് തീ നേരിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണമെന്ന് പൊള്ളിച്ചെടുക്കാൻ. വഴുതനങ്ങയുടെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ ശ്രദ്ധിക്കണം. വഴുതനങ്ങയുടെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് പൊള്ളിക്കരിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഇത് തീയിൽ നിന്നും എടുത്തു മാറ്റും. ഇനി ഇതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം കൈയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് വഴുതനങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം 3 തക്കാളിയും പച്ചമുളകും ഇത്തരത്തിൽ എണ്ണ പുരട്ടിയതിന് ശേഷം തീയിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം. തക്കാളിയുടെ ഉള്ളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ ശ്രദ്ധിക്കണം. തക്കാളിയെല്ലാം നല്ല രീതിയിലൊന്ന് പൊള്ളിക്കിട്ടിയാൽ തീയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നേരത്തെ വഴുതനങ്ങയുടെ തൊലി കളഞ്ഞെടുത്തതുപോലെ തക്കാളിയുടെ തൊലിയും കളഞ്ഞെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ പിന്നെ പൊള്ളിച്ചെടുത്ത വഴുതന, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വഴുതനയും തക്കാളിയും എല്ലാം നല്ല രീതിയിലൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി തൂകിക്കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബെയിൻകൻ ഭർത്ത ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ വിഭവമാണിത്. ഇനി വഴുതനങ്ങ വാങ്ങുമ്പോൾ തീർച്ചയായും ഈ വിഭവം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്